വെള്ളാപ്പള്ളി ജീനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കുറച്ച് കാലമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും, അത് ഓക്കെ, എല്ലാവരും അവകാശമാണ്. പക്ഷെ ഒരു സമുദായ ലീഡറാണ്. അദ്ദേഹത്തിന് സമുദായത്തിന് വേണ്ടി പറയാൻ ചെയ്യാൻ എല്ലാവിധ അവകാശങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു സീനിയർ ലീഡറാണ്, വലിയ സമുദായത്തിൻ്റെ ലീഡറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങളുടെ സമുദായത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ സമുദായത്തിൽ കൂടുതൽ കിട്ടുന്നു. സ്കൂളുകൾ, കോളേജുകൾ അവിടെ കൂടുതൽ നമ്പറിലുണ്ട്. ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ കിട്ടുന്നില്ല. അതിലെന്താണ്? അത് ചർച്ച ചെയ്യണം. അത് എന്തുകൊണ്ടാണ് നമ്മൾ സെക്യുലറിസമും മറ്റേതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അവസരം കിട്ടുന്നില്ല? ഞാൻ പറയുന്ന ഉടനെ വർഗീയവാദി എന്ന് പറയാൻ നടക്കണ്ട. അതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഫാക്റ്റിൽ എന്തെങ്കിലും ഒരു തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിലൊരു തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞങ്ങൾ ഫാക്റ്റ് കൊണ്ട് ഞങ്ങൾ എവിഡൻസ് കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരും. എത്രയോ കൊല്ലമായിട്ട് സമുദായങ്ങൾ ഒരു വികസനവും നടക്കാത്ത സമുദായങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ, അവർക്ക് ആരോഗ്യ അവസരങ്ങൾ, അവരുടെ ബിസിനസ്സും അവരുടെ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലും കിട്ടാത്ത സപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് വയ്ക്കും. അപ്പോൾ അത് എന്തുകൊണ്ട് നടക്കുന്നു? അവരുടെ സമുദായ നേതാക്കന്മാർ അവർ പറഞ്ഞില്ലെങ്കിൽ ആരാണ് പറയാൻ പോകുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളിജി പറഞ്ഞതിൽ വെള്ളാപ്പള്ളിജിനെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന് അപമാനമുണ്ട്. മറ്റവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ മെസ്സേജ് നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് മെസ്സേജ് നമ്മൾ പഠിക്കണം, അത് ചർച്ച ചെയ്യണം. അതിൽ വേണ്ടത്ര സബ്സ്റ്റൻസ് ഉണ്ടോയെന്നോ ഇല്ലയെന്നോ നമ്മൾ മനസ്സിലാക്കണം.